കഠിനമായ ദുഃഖമുള്ളപ്പോൾ ഒരു തീരുമാനമെടുക്കരുത്. വലിയ കോപമുള്ള സമയത്ത് മറുപടി പറയരുത്. അമിതമായ സന്തോഷമുണ്ടാകുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. എവിടെയോ വായിച്ചു കേട്ട ഒരു ഓർമ്മയാണ്. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ ഒക്ടോബർ മാസം കേരളത്തിലെ മരിയൻ ദേവാലയങ്ങളിൽ നിന്നുള്ള വികാരിയച്ഛന്മാരുടെ ജീവിതാനുഭവങ്ങളിലൂടെയും ഇടവക പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെയാണ് നാം കടന്നു പോകാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ തലശ്ശേരി അതിരൂപതയിലെ എടൂർ സെയിൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ആൻ്റണി മുതുകുന്നേലച്ഛനാണ്. മുതുകുന്നേലച്ഛ, എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. അച്ഛാ, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. അച്ഛാ, ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എടൂർ ദേവാലയം തലശ്ശേരി അതിരൂപതയിലെ എടൂരമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കുന്ന ഒരു ദേവാലയമാണ്. മാതാവിൻ്റെ സന്നിധിയിലേക്ക് അനേകം ആളുകൾ അനുദിനം കടന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കൊറോണ കാലത്തിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാകും. എന്താണ് മാതാവിൻ്റെ ഒരു ശക്തിയെക്കുറിച്ച് അച്ഛന് പറയാനുള്ളത്? എടൂർ അമ്മ ഈ എടൂർ പ്രദേശത്തിൻ്റെ മാത്രമല്ല, തലശ്ശേരി അതിരൂപതയിൽ തന്നെ മാതാവിൻ്റെ ഭക്തി വിശ്വാസികളുടെ ഇടയിൽ ധാരാളമായി പ്രചരിച്ചിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു ഇടവക ദേവാലയമാണ്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ ആരംഭകാലം മുതൽ തന്നെ പരിശുദ്ധ മാതാവിന് പ്രത്യേകമായ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവാലയം എന്ന നിലയ്ക്ക് ഈ പ്രദേശത്തെ ആളുകളുടെ മുഴുവൻ അഭയസ്ഥാനം എന്ന നിലയിലാണ് ഇവിടുത്തെ ഈ മാതാവിൻ്റെ പള്ളി നിലകൊള്ളുന്നത്. അതിനൊരു പ്രധാന കാരണം ഇവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്ന മാതാവിൻ്റെ രൂപമാണ്. കേരളത്തിലെ ഒരു സ്ഥലത്തും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലങ്ങളിലും തന്നെ നമ്മൾ കാണാത്ത ഒരു പ്രത്യേകത ഉള്ള രൂപമാണ് എടൂരമ്മയുടേത്. കയ്യിൽ ഒരു പ്രാവിൻ്റെ രൂപം പിടിച്ച് നിൽക്കുന്ന മാതാവിൻ്റെ രൂപം 1947 അല്ലെങ്കിൽ 48 കാലത്താണ് ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിതമായത്. ദേവാലയത്തിൻ്റെ മദ്ബഹയുടെ സമീപമുള്ള രൂപത്തെക്കുറിച്ചാണോ അച്ഛൻ പറയുന്നത്? അതെ, മദ്ബഹയുടെ സമീപത്ത് പ്രതിഷ്ഠിതമായിരിക്കുന്ന വലിയ മാതാവിൻ്റെ രൂപമാണ്. ആ രൂപത്തെക്കുറിച്ചുള്ള ഒരു പാരമ്പര്യം ഇങ്ങനെയാണ്. വിദേശത്തുള്ള ഏതോ ഒരു സായിപ്പിന് ഉണ്ടായൊരു ദർശനമനുസരിച്ച് രൂപപ്പെടുത്തിയ രൂപമാണ് എന്നാണ് ഈ ഇടവകയുടെ ആദ്യത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട CJ വർഗീച്ചൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1947 അല്ലെങ്കിൽ 48 ആകാം ഈ രൂപം വിദേശത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചത്. ഈ മലബാറിലെ ആദ്യകാല മിഷണറിയായിരുന്ന ബഹുമാനപ്പെട്ട ടഫറലച്ചനാണ് ഈ രൂപം ഈ ദേവാലയത്തിൽ നൽകിയത്. അന്നു മുതൽ തന്നെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകൾക്ക് ദൈവാനുഗ്രഹം ധാരാളമായി ലഭിച്ചത് ഇവിടെയുള്ള പഴമക്കാരും ഈ കാലഘട്ടത്തിലുള്ളവരും അനുസ്മരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എടൂർ അമ്മ എന്ന് പറഞ്ഞാൽ എടൂർ ഇടവകയുടെ മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും അനുഗ്രഹദായകമായ മാതാവിൻ്റെ രൂപമാണ്. അതുകൊണ്ട് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ധാരാളം ആളുകൾ, ഈ പ്രദേശത്തെ ക്രൈസ്തവർ മാത്രമല്ല അക്രൈസ്തവർ ഉൾപ്പെടെ ഇവിടെ വന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ധാരാളം ആളുകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ മാതാവിനോടുള്ള ഭക്തി ഈ ഇടവക സമൂഹത്തിൽ രൂഢമൂലമാണ്. ഈ പ്രദേശത്തെ ധാരാളം ക്രൈസ്തവർ, കത്തോലിക്കരായിട്ടുള്ള ആളുകളും അല്ലാത്തവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛാ, നമുക്ക് മലബാർ കുടിയേറ്റത്തെക്കുറിച്ച് നമുക്കറിയാം, കേട്ടിട്ടുണ്ട്. ഈ എടൂർ പ്രദേശവും കുടിയേറ്റം നടന്നിട്ടുള്ള പ്രദേശമാണല്ലോ. എന്താണ് ദേവാലയത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് രണ്ട് വാക്ക് സൂചിപ്പിക്കാനുള്ളത്? മലബാറിൻ്റെ കുടിയേറ്റത്തിൻ്റെ ചരിത്രം പൊതു സ്വഭാവമുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഒരേ രീതിയിൽ കുടിയേറ്റം നടന്നിട്ടുള്ളതാണ് മലബാറിലേക്ക്. ഈ എടൂർ പ്രദേശത്തേക്കുള്ള ആദ്യകാല കുടിയേറ്റക്കാർ ഏതാണ്ട് 1940 മുതലാണ് ആരംഭിക്കുന്നത്. 40 മുതൽ ആരംഭിച്ച കുടിയേറ്റത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഇവിടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള ആധ്യാത്മിക ഗുരുക്കന്മാർ, വൈദികർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും സമീപത്തെ ദേവാലയം പേരാവൂർ തൊണ്ടിയിലുള്ള ദേവാലയമായിരുന്നു. കോഴിക്കോട് രൂപതയുടെ കീഴിലാണ് ആ പള്ളി അന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് വൈദികർ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കുർബാന അർപ്പിച്ചിരുന്ന ഒരു രീതിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. എന്നാൽ 1942 ഈ പ്രദേശത്ത് ആദ്യമായി പേരാവൂർ വികാരിയായിരുന്ന കുത്തൂരച്ഛൻ
ഇവിടെ വന്ന് ദേവാലയത്തിൽ ഇവിടെ വന്ന് ബലിയർപ്പിച്ചു. അത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ആദ്യകാല ഒരു കുടിയേറ്റക്കാരൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു പന്തലിട്ടാണ് ഇവിടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പിന്നീട് പെരാവൂരിന്ന് വല്ലപ്പോഴും മാസങ്ങളിലൊന്നൊക്കെ ഇവിടെ ദേവാലയത്തിൽ വന്ന് ഇവിടെ വന്ന് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ കുടിയേറ്റത്തിന്റെ ആരംഭകാലത്ത് ദേവാലയം ഇല്ലാതിരുന്നത് കൊണ്ടിട്ടാണ് ഒരു വീടിന്റെ മുറ്റത്ത് മേശയിട്ട് ഈ ബലിയർപ്പിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, വലിയ യാതനകളും കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചാണ് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്കുള്ളൊരു യാത്ര. മാത്രമല്ല, അന്ന് ആളുകൾ ദേവാലയത്തിൽ പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് പേരാവൂർ ഭാഗത്ത് മാത്രമായിരുന്നു. ഇന്നത്തെ ഈ ആറളം ഭാഗത്തൂടെയുള്ള വനമാണ്, കാട്ടുമുറകളുണ്ട്. ആ കാലഘട്ടത്തിൽ ആളുകൾ അങ്ങോട്ട് പള്ളിയിലേക്ക് പോയിരുന്നത് ശനിയാഴ്ച ദിവസം വൈകുന്നേരങ്ങളിൽ പോയി പൊതുച്ചോറുമായി പോയി അവിടെ പോയി താമസിച്ച് ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ കൂടി തിരിച്ചു പോരുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. വൈദ്യരില്ലാതിരുന്നുകൊണ്ട് അന്ന് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് പേരാവൂർ ഭാഗത്ത് പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. പിന്നീടാണ് ഇവിടേക്ക് സ്ഥിരമായി വൈദികർ വരുന്നത്. കുളത്തുവേൽ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട സി ജെ വർഗീസനാണ് 1947 ഇവിടെ സ്ഥിരമായി നിയമിക്കപ്പെട്ട വൈദികൻ. അദ്ദേഹത്തിൻ്റെ കാലം മുതൽ ഇവിടെ വൈദികർ സ്ഥിരമായി ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷമുള്ള വളർച്ച എന്ന് പറയുന്നത് പ്രദേശത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് അഭൂതപൂർവമായ ഒരു വളർച്ചയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അച്ഛാ, ഇപ്പോൾ എടൂര് ദേവാലയത്തിൽ എത്ര ഇടവക കുടുംബങ്ങളുണ്ട്? ഉദ്ദേശം എത്ര ഒരു ജനങ്ങളുണ്ട് നമ്മളുടെ ഇവിടെ? ഈ ഇടവകയിൽ ഇപ്പോൾ 1400 കുടുംബങ്ങളുണ്ട്. ഉദ്ദേശം എത്ര ജനങ്ങളുണ്ടാവും എന്നാണ് കരുതുന്നത്? 1400 കുടുംബങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഒത്തിരി ആളുകൾ ഇപ്പോൾ ഈ ഇടവക്കാരാണെങ്കിലും അവരെല്ലാം വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. എങ്കിലും ഏകദേശം 5000-ഓളം ആളുകൾ നമ്മുടെ ഇടവക സമൂഹത്തിലുണ്ടാവും. നമുക്കറിയാം, കൊറോണ കാലമാണ്. നമ്മുടെ ദേവാലയങ്ങളെല്ലാം പലതും അടച്ച് കിടക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. വിശുദ്ധ ബലിയർപ്പണം നടക്കുന്ന ദേവാലയങ്ങളും ഒക്കെ ഉണ്ട്. എടൂരത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അച്ഛാ? എടൂര് പൊതുവെ ആളുകൾ പള്ളിയിൽ വരാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നവരാണ്. എങ്കിലും നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് 2 വർഷത്തോളമായി ദേവാലയങ്ങൾ അടച്ചിടുന്നു. ആളുകൾക്ക് പള്ളിയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. താല്പര്യമുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് വരാൻ സാധിക്കുന്നില്ല. കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പറാണ് പള്ളിയിൽ വരാനുള്ള അനുവാദം. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ആളുകൾ പള്ളിയിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ചാലും വരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വശത്ത്. അതേസമയം തന്നെ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന അനുസരിച്ച് ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലും അതുപോലെ മറ്റെല്ലാ പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. തിരുനാൾ ആഘോഷം ഞങ്ങൾ നടത്തുന്നുണ്ട്. പൊതുജനങ്ങളുടെ പങ്കാളിത്തം കുറിച്ചുകൊണ്ടുള്ള എല്ലാ പരിപാടികളും ദേവാലയത്തിൽ നടക്കുന്നുണ്ട്. അച്ഛനെ കൂടാതെ സഹവികാരി ഉണ്ടോ ദേവാലയത്തിൽ? ഇപ്പോൾ ഈ ഇടവയിലെ ഒരു അസ്ഥേദ്യമുണ്ട്. ബഹുമാനപ്പെട്ട ജേക്കബ് വട്ടുകളം അച്ഛനാണ് ഇപ്പോഴത്തെ അസ്ഥേദ്യ. നമുക്ക് ഇന്ന് കൊച്ചച്ഛനെ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അച്ഛനെ വിളിക്കാം. ജേക്കബ് അച്ഛാ, നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ജേക്കബ് വട്ടുകളം എന്നല്ലേ? അതെ 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 അതെ. എത്ര വർഷമായി പൗരോഹിത്യം സ്വീകരിച്ചിട്ട്? ഞാൻ 2019 ഡിസംബർ മാസം 26-ാം തീയതി ആയിരുന്നു എൻ്റെ പൗരോഹിത്യ സ്വീകരണം. കൊറോണ കാലത്തായിരുന്നു? തീർച്ചയായിട്ടും. ആ കൊറോണ തുടങ്ങിയിട്ടില്ലായിരുന്നു. അതിനുശേഷം ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ ആയി 1 മാസം കഴിഞ്ഞ് മാർച്ച് മാസത്തോടെയാണ് കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഓഹോ. അപ്പോൾ ഈ കൊറോണ കാലത്ത് ഇത് എത്രാമത്തെ ദേവാലയമാണ്? ഇത് എൻ്റെ 2ാമത്തെ ദേവാലയമാണ്. ആദ്യം ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ട് ചെമ്പേരിയിലാണ് ഉണ്ടായിരുന്നത്. 1 വർഷം കഴിഞ്ഞ് എടൂരേക്ക് പോകുന്നതാണ്. ഈ കൊറോണ കാലമായിട്ട് അതുകൊണ്ട് ഇടവക സമൂഹത്തെ കൂടുതലായി പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ടുള്ള ഉത്തരവായിരിക്കും. കാരണം ഒരു പരിധിവരെ നമ്മളെ ആർക്കും അറിയത്തില്ല. കാരണം നമ്മളൊരു ദേവാലയത്തിൽ 1 വർഷമേ നിൽക്കുന്നുള്ളൂ. അതിനുശേഷം അടുത്ത പള്ളിയിലേക്ക് പോകുന്നു. തിരിച്ച് നമ്മൾ പഴയ ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ നമ്മെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾ. സഹവികാരിമാരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് യുവജനങ്ങളുമായിട്ട് മതബോധന വിഭാഗവുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. കാരണം ഇടവകയിലെ കൗമാരങ്ങളെ ഒക്കെ ഉണർത്തുന്നതിൻ്റെ ഒരു പ്രത്യേക ചുമതല തന്നെ സഹവികാരിമാർക്ക് വളരെ കൂടുതലായിട്ടുള്ളതാണ്. ആ ഒരു കാലഘട്ടം അച്ഛന് മിസ്സാകുന്നുണ്ടോ ശരിക്കല്ലേ? തീർച്ചയായിട്ടും മിസ്സാകുന്നുണ്ട്. കാരണം നമ്മളുടെ ഒരു ചിന്ത അനുസരിച്ച് ഞാൻ നേരത്തെ ചെമ്പേരിയിലായിരുന്നു, ഇപ്പോൾ എടൂരായിരുന്നു. ഏകദേശം 1000-ഓളം പിള്ളേർ പഠിക്കുന്ന ഒരു മതബോധന ഒരു രീതിയാണ് നമുക്കുള്ളത് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട്. കുറേ അധ്യാപകർ, കുറേ ഡിവിഷൻസ്. ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ പോലും ഒരുപക്ഷെ അത്രയും കുട്ടികളില്ലാത്ത സ്കൂളിലായിരുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇങ്ങനത്തെ രീതിയിലേക്കൊക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില കുറവുകൾ അനുഭവപ്പെടുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു ശരിക്കും നമുക്ക് തോന്നേണ്ട യഥാർത്ഥ ഒരു സന്തോഷം തോന്നുന്നില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എങ്കിൽ പോലും നമ്മൾ ബന്ധപ്പെടുമ്പോൾ കുട്ടികളെല്ലാം നല്ല ഹാപ്പിയാണ്, നമ്മളോട് നല്ല രീതിയിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഓൺലൈൻ പരിപാടികളൊക്കെ വെക്കുമ്പോഴും കുട്ടികൾ ആക്റ്റീവാണ്. വീടുകളിലേക്ക് പോകുമ്പോൾ ദേവാലയത്തിൽ വരണം, സ്കൂളിൽ പോകണമെന്നാണ് ഒരു 100% കുട്ടികളും നമ്മൾ വീടുകളിലൊക്കെ വെഞ്ചരിപ്പിനും മറ്റും പോകുമ്പോൾ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത്.
ഒരു പുരോഹിതൻ ആകുവാനായിട്ട് അങ്ങയ്ക്ക് പ്രചോദനമായത് എന്താണ്? അതൊരു പക്ഷേ നമ്മളൊരു ഇടവകയിലോട്ട് ഇങ്ങനെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരിലൊക്കെ ചേരുമ്പോൾ നമ്മുടെ വികാരിയച്ഛന്മാരും അതുപോലെയുള്ള രീതിയിലുള്ളവരും ആയിരിക്കും നമ്മെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാകുക. നമ്മൾ ബന്ധപ്പെടുന്ന കുറേ സിസ്റ്റേഴ്സ്, നമ്മുടെ ദേവാലയത്തിൻ്റെ ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തോട് ചേർന്ന് അങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരികയും അങ്ങനെ ഒരു രീതിയിൽ നിന്നാണ് ഞാൻ ഒരു പക്ഷേ ഇങ്ങനെ സെമിനാറിൽ ചേരാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടാകുക. ഇപ്പോൾ നമുക്കറിയാം അങ്ങ് ഒരു പുരോഹിതനാണ്. പുരോഹിതന്മാർക്ക് നേരെ വലിയ എതിർവാക്കുകൾ ഉണ്ടാകുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ അങ്ങയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനോവ്യഥ ഉണ്ടാക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളൊക്കെ ഒരു സെമിനാരിൽ ചേർന്നത് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു റോൾ മോഡലായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഈശോയെയാണ്. അങ്ങോട്ട് എത്തിച്ചേരുക, അതുമായിട്ട് ഈശോയുടെ ഒരു ക്വാളിറ്റീസ് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അത് ഒരുമിച്ച് ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതശൈലി നമ്മൾ വ്യക്തിപരമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ മറ്റ് എക്സ്ട്രാ പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ഒരുപാട് അങ്ങനെ ആകുലപ്പെടുത്തില്ല. പിന്നീട് എനിക്കറിയാവുന്ന വൈദികരാരും, ഇപ്പം എന്നെ പഠിപ്പിച്ച അധ്യാപകരാകട്ടെ, വൈദികരാകട്ടെ, അതിനുശേഷം നമ്മളുമായി ബന്ധപ്പെടുന്ന എൻ്റെ ആധ്യാത്മിക പിതാക്കന്മാരാകട്ടെ, അവരാരും ഇന്നേ വരെ അവർ എന്നേക്കാൾ ഒരുപാട് വർഷം കഴിഞ്ഞവരാണ്. 50ഉം 60ഉം വർഷമൊക്കെ പൗരോഹിത്യത്തിൽ ജീവിച്ചവരെ പരിചയമുണ്ട്. എങ്കിൽ പോലും അവരാരും ഇതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ടോ എന്നോട് നെഗറ്റീവായിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ഫോളോ ചെയ്യുന്ന ആ പാത്തിക്കൂടെയാണ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷമാണ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പെരിഫറലായിട്ട് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ഒരുപാട് ബാധിക്കില്ല. എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തേണ്ടതാണ്. പുറത്തുനിന്നുള്ള ചില വ്യക്തികൾ നെഗറ്റീവായിട്ട് നമ്മളോട് പറയുമ്പോൾ എൻ്റെ ഭാഗത്തൊരു നെഗറ്റീവ് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സഭാ നേതൃത്വത്തെയും സഭയെയും പോലും അംഗീകരിക്കാതെ തങ്ങളുടെ ധാർഷ്ട്യവും തങ്ങളുടെ ചിന്താധാരണികളും ഏറ്റവും ആണ് മഹത്തരം എന്ന് കരുതുന്ന ചില വൈദികരെങ്കിലും കൂട്ടത്തിലുണ്ടാകുന്നത് ദുഃഖമുണ്ടാക്കുന്നതല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. സഭ എന്ന് പറയുന്നത് മിശിഹായുടെ ഭൗതിക ശരീരമാണ്. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഇൻ ഇറ്റ്സെൽഫ്. അതിനാൽ തന്നെ അതൊരു പൂർണ്ണമാണ്. അങ്ങനെ ഈ പൂർണ്ണതയിൽ പങ്കുപറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ ഒരു വലിയൊരു സർക്കിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ അതിനകത്തുള്ള ചെറിയ ചെറിയ സർക്കുലർ എലമെൻറ്റ്സ് ആണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നു കഴിഞ്ഞാൽ അത് സഭയിലുള്ള എൻ്റെ പങ്കാളിത്തമാണ്. ഇപ്പം ഞാൻ അതിനെ നെഗറ്റീവായിട്ട് പറയുകയും അതിനെതിരെ ഞാൻ ശബ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ സർക്കിളിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാളായിട്ട് മാറുകയാണ്. കാരണം ഈ സർക്കിൾ വലിയ സഭ എന്ന് പറയുന്നത് ഭൗതിക ശരീരമായതുകൊണ്ട് തന്നെ ഈശോയുടെ അത് പെർഫെക്റ്റ് ആണ്. അതിന് അപൂർണതയില്ല. ആരെങ്കിലുമൊക്കെ അപൂർണമായിട്ട് അതിനെ ആരോപിക്കുന്നതാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെ തന്നെ കോൺട്രഡിക്ഷൻ ആയിട്ട് സംസാരിക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സഭയെ തിരിച്ചറിയുവാനും സ്വയം തിരിച്ചറിയുവാനും സഭയോടൊത്ത് ഈശോയുടെ കാലടികളെ പിന്തുടരുവാനും ഓരോ വൈദികനും സ്വയം തീരുമാനിക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, 2 വാക്ക്. എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ചനമ്മ, ഒരു അനിയനാണുള്ളത്. ഞാനാണ് മൂത്തത്. പിന്നീടാണെങ്കിൽ ഞങ്ങൾ ഏകദേശം ഒരു കൂട്ടുകുടുംബം പോലെയാണ് ജീവിക്കുന്നത്. വീട്ടിലെ ചാച്ചനാണെങ്കിലും 4 ചേട്ടന്മാരും ഒരു അനിയനുമാണ് ഉള്ളത്. അവരങ്ങനെ 6 പേര്. 6 പേരിലും ഏകദേശം എല്ലാവരും തന്നെ വീടിൻ്റെ അടുത്തടുത്ത് ഒരുമിച്ച് വീടുകൾ വെച്ചാണ് ഇങ്ങനെ താമസിച്ചു പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് അംഗങ്ങളുള്ള ഒരു വലിയൊരു കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യം വികാരിയച്ഛനോടാണ്. അച്ഛനിക്ക് ചോദിക്കാൻ ഉള്ളത് ഇതാണ്. നമുക്ക് വിശ്വാസ പരിശീലനം പോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വലിയൊരു പിന്നോക്കാവസ്ഥയിലേക്ക് പോയിരിക്കുന്നൊരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. ഈ കൊറോണ കാലമാണ്. എടൂരത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കുട്ടികൾക്ക് ദേവാലയത്തിലേക്ക് വരാൻ കഴിയാത്ത സമയത്ത് കാറ്റക്കിസവും മറ്റു കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഓൺലൈൻ ക്ലാസ്സുകളാണ് വേദപാഠത്തിന് ഉള്ളത്. അത് നമുക്കറിയാം, കേരളം മുഴുവനും ഇപ്പോൾ കുട്ടികളെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലെ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വിശ്വാസ പരിശീലനവും ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എടൂർ ഇടവകയിലും അങ്ങനെ തന്നെയാണ്. തലശ്ശേരി അതിരൂപതയിൽ നിന്ന് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും കുട്ടികൾക്കുള്ള വേദപാഠ ക്ലാസ്സുകൾ തയ്യാറാക്കി ഓൺലൈൻ വഴി സംപ്രേഷണം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ എടൂർ ഇടവകയിലുള്ള സൺഡേ സ്കൂൾ അധ്യാപകർ ആ ക്ലാസ്സുകളെല്ലാം കുട്ടികൾക്ക് കൂടുതലായിട്ട് വിശദീകരിച്ച് കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് ആധ്യാത്മിക ശിക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഈ പ്രത്യേകത കൊണ്ട് കുട്ടികളൊക്കെ പള്ളിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഗവൺമെൻറ് തന്നെ ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികളെയൊക്കെ പള്ളിയിലേക്കും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലേക്കും പോകുന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങളൊക്കെ വെക്കുകയും റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് കുട്ടികൾക്ക് പൊതുവേ താല്പര്യം കുറഞ്ഞു പോയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണോ മാതാപിതാക്കന്മാർ വിടാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല, കുട്ടികൾ പൊതുവെ പള്ളിയിലേക്ക് ദേവാലയങ്ങളിലേക്ക് ഇപ്പോൾ വരുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഒരു പരിധിവരെ മടി പിടിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങ് ഒരു വൈദികനാകണമെന്ന് കുഞ്ഞുനാളിൽ ചെറുപ്പകാലത്ത് എപ്പോഴാണ് ആഗ്രഹിച്ചത്? ഒരു വൈദികനാകാനുള്ള ആഗ്രഹം ഒരുപക്ഷെ ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിച്ച കാലഘട്ടം മുതൽ എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ഇടവക ചെമ്പേരിയാണ്. അവിടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 5ാം ക്ലാസ് മുതൽ കുർബാനയ്ക്ക് കൂടിയിരുന്നു. പിന്നെ മിഷൻ ലീഗിൽ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ മിഷൻ ലീഗിലുള്ള പ്രവർത്തനവും അൾത്താര സംഘത്തിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ വൈദികരുമായിട്ട് കൂടുതൽ അടുക്കുവാനും ആ കാലഘട്ടങ്ങളിൽ ഇടവകയിലെ വികാരിമാരും പുരുഷന്മാരുമായിരുന്ന ആളുകളൊക്കെ കൂടുതൽ ചേർന്നുകൊണ്ട് അച്ഛന്മാരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കാനും അങ്ങനെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ട് അതുപോലെയൊക്കെ ഒരു ഭാവിയിൽ ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹമൊക്കെ എന്നിൽ ആദ്യകാലത്ത് അങ്ങനെ ഉണ്ടായതാണ്. പിന്നീട് തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ദൈവവിളി എന്ന് പറയുമ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട്, മാതാപിതാക്കന്മാരുടെ താല്പര്യം, സഹോദരങ്ങളുടെ സപ്പോർട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് എന്നെ അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു വൈദികനാകുന്നതിൽ അവർ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നിന്നും നല്ല പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ വീട്ടിൽ നിന്നുമുള്ള സപ്പോർട്ട് എൻ്റെ ദൈവവിളിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പൗരോഹിത്യ ജീവിതം ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 1986 ഡിസംബർ 31-ാം തീയതിയായിരുന്നു എൻ്റെ പട്ടം. ഇപ്പോൾ 35 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ഇടവക വികാരി എന്ന നിലയ്ക്കല്ലാതെ മറ്റേതെങ്കിലും മേഖലകളിൽ അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഒരുപക്ഷെ കൂടുതൽ സമയം ഞാൻ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ജോലി ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് വികാരിയായി സേവനമനുഷ്ഠിച്ചത് നെല്ലിക്കാംപോയി ഫൊറോനയിലെ മണിപ്പാറ എന്ന് പറയുന്ന ഇടവക ദേവാലയത്തിലാണ്. അത് 1988 മുതൽ 91 വരെയുള്ള കാലഘട്ടം അവിടെയായിരുന്നു. അതിനുശേഷം 91 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ ഞങ്ങളുടെ അതിരൂപതയുടെ മൈനർ സെമിനാരിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് സേവനമനുഷ്ഠിച്ചത്. 97 മുതൽ 2001 വരെയുള്ള കാലഘട്ടങ്ങളിൽ കണിച്ചാർ ഇടവകയിൽ, ഇന്നത്തെ പേരാവൂർ ഫൊറോനയിലുള്ള കണിച്ചാർ ഇടവകയിൽ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചു. 2001 ഞാൻ അതിരൂപതയുടെ കോർപ്പറേറ്റ് മാനേജരായി സന്ദേശഭവനിലേക്ക് ട്രാൻസ്ഫറായി. ഏതാണ്ട് 9 വർഷത്തോളം 2001 മുതൽ 2009 വരെ കോർപ്പറേറ്റ് മാനേജരായിട്ട് അവിടെ ജോലി ചെയ്തു. അവിടുന്ന് ഞാൻ ആലക്കോട് ഫൊറോന വികാരിയായിട്ടാണ് പിന്നീട് മാറിയത്. 2013 വീണ്ടും അതിരൂപത ബിഷപ്സ് ഹൗസിൽ പ്രൊക്രേറ്ററായിട്ട് ജോലി ചെയ്തു. 2016 മുതൽ ഈ ഇടവപ്പള്ളിയുടെ വികാരിയായിട്ട് ജോലി ചെയ്തു. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചുകൂടി ഒന്ന് സൂചിപ്പിക്കാമോ? മാതാപിതാക്കൾ, സഹോദരങ്ങൾ അങ്ങനെ? എൻ്റെ മാതാപിതാക്കന്മാർ 2 പേരും മരിച്ചുപോയി. എൻ്റെ അമ്മച്ചി ഞാൻ ഓർഡിനേഷൻ, എൻ്റെ പട്ടം കഴിഞ്ഞ് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ 1988 മരിക്കുന്നത്. ചാച്ചൻ 2003 മരിച്ചു. എനിക്ക് 7 സഹോദരങ്ങളുണ്ട്. ഏറ്റവും മൂത്തയാൾ എൻ്റെ ജ്യേഷ്ഠനാണ്, ഞാൻ ഏറ്റവും ഇളയാളാണ്. അതിൻ്റെ ഇടയ്ക്ക് 6 പെങ്ങന്മാർ എനിക്കുണ്ട്. ഒരു പെങ്ങൾ മരിച്ചുപോയി. 2 സഹോദരിമാർ സിസ്റ്റേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യും. അച്ഛാ, നമുക്കറിയാം ഇത് കൊറോണ കാലമാണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഈ കാലഘട്ടങ്ങളിൽ ദേവാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണ്? കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ ഇടവകയിൽ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ധാരാളം ജീവകാരുണ്യ സഹായങ്ങൾ നൽകുകയുണ്ടായി. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഇടവകയിലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷ്യ കിറ്റ് കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ രോഗികൾക്ക് ചികിത്സാ സഹായമായിട്ടും അതുപോലെ ഭവന നിർമ്മാണത്തിന് വേണ്ടിയും ഒക്കെ നിരവധിയായ ആളുകൾക്ക് സഹായം കൊടുത്തിട്ടുണ്ട്. ഈ കൊറോണ കാലമാണെങ്കിൽ പോലും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. ഇടവകയ്ക്കാണെങ്കിലും വരുമാനത്തിൻ്റെ സ്രോതസ്സ് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും നമുക്ക് പള്ളിയിൽ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ തോതനുസരിച്ച് ജീവകാരുണ്യ മേഖലയിൽ ഞങ്ങൾ സജീവമായിട്ട് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. എടുത്തു പറയാനുള്ളൊരു കാര്യം, ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി വർഷമാണിത്. 1946 ഇടവക സ്ഥാപിച്ചത്. പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ഞങ്ങൾ 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വലിയ ജീവകാരുണ്യ സംരംഭം പ്ലാൻ ചെയ്തിരുന്നു. അത് ഈ ഇടവകയിൽ ഭവനങ്ങളില്ലാത്ത ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു സംരംഭമാണ് ആരംഭിച്ചത്. അതിന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാ ഭവനങ്ങളിൽ നിന്നും ഒരു ജീവകാരുണ്യ നിക്ഷേപപ്പെട്ടി
ഓരോ ഭവനങ്ങളിലും വെക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭവനം നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് 14 ഭവനങ്ങൾ നിർമ്മിക്കുവാനായിട്ട് 14ാമത്തെ ഭവനം ഇപ്പോൾ ഞങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട്. 13 ഭവനങ്ങൾ ഏതാണ്ട് പണി പൂർത്തിയായി കഴിഞ്ഞു. 12 വീടുകളുടെ വെഞ്ചരിപ്പ് കഴിഞ്ഞു. 13ാമത്തെ വീട് ഇപ്പോൾ പണി പൂർത്തിയായി വരികയാണ്. 14ാമത്തെ വീടും ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെയും തറക്കല്ലിട്ട് പണി ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇടവക മാത്രം ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. ഇടവക മാത്രം ചെയ്തതാണ്. ഇടവകയിൽ നിന്നുള്ള ആളുകളുടെ സഹകരണത്തോടുകൂടി ഇടവകയുടെ സ്വത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ജീവകാരുണ്യ സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്ലാറ്റിനം ജൂബിലി വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 10 ഭവനങ്ങൾ നിർമ്മിച്ച് കൊടുക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ഇവിടുത്തെ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ സഹകരണത്തോടുകൂടി 4 ഭവനങ്ങൾ അവരും നിർമ്മിക്കുവാനായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ ഞങ്ങളുടെ ടാർഗറ്റ് ഈ വർഷം ഞങ്ങൾ പൂർത്തിയാക്കിയാണ്. 10 ഭവനങ്ങൾ ഈ ഇടവകയുടെ പശ്ചാത്തലത്തിൽ 4 ഭവനങ്ങൾ വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ പണി പൂർത്തിയായി വരുന്നു. അത് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുപോലെ മറ്റ് പല മേഖലകളിലും സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഞങ്ങൾ 1 കോടി രൂപയുടെ ഒരു ജീവകാരുണ്യ ഫണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വരൂപിക്കണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ കൊറോണയുടെ ഈ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ സാധിച്ചില്ലെങ്കിലും അതിന് തുടക്കം കുറിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. എടൂർ ദേവാലയം ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകുന്നതായിട്ട് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും എനിക്ക് ചോദിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ സമയം അവസാനിപ്പിക്കേണ്ടതായി വരുന്നതുകൊണ്ട് അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഏറ്റവും അവസാനമായി ഒരു വാക്കിലൊരു സന്ദേശം അച്ഛന് കൊടുക്കാൻ കഴിയുന്നത് എന്താണ്? ഈ ഇടവക പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയമാണ്. മാതാവിനോടുള്ള പ്രത്യേകമായ ഭക്തിയിൽ നമ്മൾ വളരുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. എനിക്ക് പറയാനുള്ളത്, മാതാവിനോടുള്ള ഭക്തിയിൽ നമ്മൾ കൂടുതൽ വളരുകയും മാതാവിൻ്റെ മാധ്യസ്ഥത നമ്മൾ പ്രത്യേകമായിട്ട് യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ പരിശുദ്ധ അമ്മ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് മാതാവിനോടുള്ള ഭക്തിയിൽ കൂടുതൽ വളരുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത യാചിച്ച് പ്രാർത്ഥിക്കുക. ലോക സമാധാനത്തിന് വേണ്ടി ലോകമെമ്പുമുള്ള ലോകം മുഴുവനുമുള്ള വിശ്വാസികൾക്ക് വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ലോകത്തിന് മുഴുവനുള്ള ഇപ്പോഴത്തെ അസമാധാനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ സാഹചര്യങ്ങളിൽ കൂടുതൽ ആധ്യാത്മികതയിലേക്ക് വളരാൻ, കൂടുതൽ ആത്മീയതയിലേക്ക് വളരാൻ, പരിശുദ്ധ അമ്മയിലേക്ക് തിരിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുള്ള അവസരമാകട്ടെ ഇതുപോലുള്ള സംരംഭങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നു. തലശ്ശേരി അതിരൂപത എടൂർ സെയിൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ആൻ്റണി മുതുകുന്നേലച്ഛനും സഹവികാരി ജേക്കബ് വട്ടുകളം അച്ഛനുമാണ് പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന പരിപാടിയിൽ ഇത്രയും സമയം നമ്മോടൊപ്പം ചേർന്നത്. രണ്ടുപേർക്കും ഈ പരിപാടിയുടെ പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഒന്ന് മാത്രമാണ്. ആദ്യം പറഞ്ഞത് തന്നെയാണ്, അമിത കോപമുണ്ടാകുമ്പോൾ ഒരു തീരുമാനമെടുക്കാതിരിക്കുക, വലിയ കോപമുണ്ടാകുമ്പോൾ മറുപടി പറയാതിരിക്കുക, അമിത സന്തോഷമുണ്ടാകുമ്പോൾ വാഗ്ദാനം നൽകാതിരിക്കുക. അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ എവിടെയെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളിലേക്ക് നമ്മളെ മാറ്റിയേക്കാം. അടുത്തയാഴ്ച മറ്റൊരു ഇടവകയുടെ കാഴ്ചയുമായി നമുക്ക് ഒത്തുചേരാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.